ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലൊന്നും കേരളത്തിലെ ഏറ്റവും വലിയ സിറ്റിയുമായ കൊച്ചിയിലെ പ്രധാനപ്പെട്ട കാഴ്ചകളെയാണ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കായലുകൾക്ക് അഭിമുഖമായി നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ നടപ്പാതയാണ് മറൈൻ ഡ്രൈവ്. നിരവധി ഷോപ്പിംഗ് മാളുകളുള്ള ഇവിടം കൊച്ചിയിലെ ഒരു പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമാണ്. കേരള ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് രാജേന്ദ്ര മൈതാനം വരെ നീളുന്നതാണ് ഈ നടപ്പാത. കായലുകളുടെയും കൊച്ചി തുറമുഖത്തിൻ്റെയും മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. മുംബൈയിലെ മറൈൻ ഡ്രൈവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി 1980കളിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. APJ അബ്ദുൽ കലാം മാർഗ് എന്നും ഇവിടം അറിയപ്പെടുന്നു. കൊച്ചിയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഫോർട്ട് കൊച്ചി. ഒരു കാലത്ത് പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് കുടിയേറ്റ കേന്ദ്രമായിരുന്ന ഫോർട്ട് കൊച്ചി ഇന്ന് കൊച്ചി നഗരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എറണാകുളം ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ് ഫോർട്ട് കൊച്ചി സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ: 1527 വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്ത സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിനും പൈതൃകത്തിനും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയം, അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാണ് വാസ്കോ ഡ ഗാമ സ്ക്വയർ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സമയം ചിലവഴിക്കാൻ കഴിയുന്ന നെഹ്റു പാർക്ക്, ബീച്ച് വാക്ക്വേ, ചീനവല, ഫോർട്ട് ഇമ്മാനുവൽ, ഫോർട്ട് കൊച്ചി വ്യൂ പോയിൻ്റ്, ഡച്ച് സെമിത്തേരി, വാസ്കോ ഹൗസ്, ബാസ്റ്റിൻ ബംഗ്ലാവ്, കേരള കഥകളി സെൻറ്റർ തുടങ്ങി നിരവധി കാഴ്ചകളാണ് ഫോർട്ട് കൊച്ചിയിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. എറണാകുളത്ത് നിന്നും ബസ് വഴിയും കായൽ ഫെറി വഴിയും ഇവിടേക്ക് നമുക്ക് എത്തിച്ചേരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപുകളിലൊന്നായ വില്ലിംഗ്ടൺ ദ്വീപിന് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് വില്ലിംഗ്ടണിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ഹാർബർ എഞ്ചിനീയറായിരുന്ന സർ റോബസ്റ്റ് ബ്രിസ്റ്റോയാണ് ദ്വീപ് രൂപകൽപ്പന ചെയ്തത്. 1928 കൊച്ചി തുറമുഖത്തിൻ്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേമ്പനാട്ട് കായലിൽ നിന്നും കുഴിച്ചെടുത്ത ചെളിയും മറ്റു വസ്തുക്കളും നിലവിലുണ്ടായിരുന്ന ഒരു ചെറിയ ദ്വീപിന് ചുറ്റും നിക്ഷേപിച്ചാണ് ഇന്ന് കാണുന്ന വില്ലിംഗ്ടൺ ഐലൻഡ് സൃഷ്ടിച്ചത്. കായലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് സഞ്ചാരികൾക്ക് കായലുകളുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇന്ത്യൻ ആർമിയുടെ കൊച്ചി നാവിക ആസ്ഥാനം, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, കൊച്ചി തുറമുഖം എന്നിവ സ്ഥിതി ചെയ്യുന്ന വില്ലിംഗ്ടൺ ദ്വീപ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. വെണ്ടുരുത്തി പാലം വഴി ദ്വീപിനെ എറണാകുളം ടൗണുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ബസ് വഴി വരുന്നവർ ഐലൻഡ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമാണ് ദ്വീപിലേക്കുള്ളത്. 1545 കൊച്ചി രാജവംശത്തിലെ രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയതാണ് മട്ടാഞ്ചേരി കൊട്ടാരം. പിന്നീട് ഡച്ചുകാർ കൊട്ടാരത്തിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തിയതുകൊണ്ട് ഡച്ച് കൊട്ടാരം എന്നും അറിയപ്പെടുന്നു. കൊച്ചിയിലെ തന്നെ ഒരു മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മട്ടാഞ്ചേരി കൊട്ടാരം. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. വെള്ളിയാഴ്ച ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും സന്ദർശകർക്ക് ഇവിടെ പ്രവേശിക്കാം. മട്ടാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 150 മീറ്റർ അകലെയാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 20 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഒന്നാണ് കൊച്ചിയിലെ ലുലു മാൾ. ഫുഡ് കോർട്ടുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സോണുകൾ, മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ, ബ്യൂട്ടി പാർലറുകൾ, ഐസ് സ്കേറ്റിംഗ് റിംഗ് തുടങ്ങി 300-ലധികം ഔട്ട്ലെറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. 2013 മാർച്ചിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് ലുലു മാൾ തുറന്നത്. ഇടപ്പള്ളി മെട്രോ സ്റ്റേഷന് അടുത്തായാണ് ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ് കൊച്ചിയിലെ ഹിൽ പാലസ്. കൊച്ചി മഹാരാജാവിൻ്റെ ഭരണകാര്യാലയവും ഔദ്യോഗിക വസതിയുമായിരുന്ന പാലസ് 1865 പണി കഴിപ്പിച്ചത്.
54 ഏക്കർ വിസ്തൃതിയുള്ള ഈ കൊട്ടാര സമുച്ചയത്തിൽ പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച 40-ലധികം കെട്ടിടങ്ങളുണ്ട്. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് സ്ഥാപിച്ച ഒരു സ്വയംഭരണ ഗവേഷണ പരിശീലന സ്ഥാപനമായ സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് ഇവിടെ പ്രവർത്തിക്കുന്നു. എറണാകുളം ടൗണിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെ തൃപ്പൂണിത്തറയിലാണ് പാലസ് സ്ഥിതി ചെയ്യുന്നത്. 2019 വ്യാപാരിയായ ജോർജ് തലിയത്തും ഭാര്യ ആനി ജോർജും ചേർന്ന് സ്ഥാപിച്ച സ്ഥാപനമാണ് കേരള ഫോക്ലോർ മ്യൂസിയം. ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കല, കരകൗശല വസ്തുക്കൾ, പുരാവസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിക്കുകയും കൂടാതെ പരമ്പരാഗത കലാരൂപങ്ങളുടെയും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും പ്രകടനങ്ങൾ നടക്കുന്ന ഒരു തിയേറ്ററായും ഇവിടെ പ്രവർത്തിക്കുന്നു. ലൊക്കേഷൻ വരുന്നത് തേവര ഫെറി റോഡ് ജംഗ്ഷനിലാണ്. മട്ടാഞ്ചേരി പാലസ് മുതൽ പരദേശി സിനഗോഗ് വരെയുള്ള സ്ട്രീറ്റിനെയാണ് ജൂതത്തെരുവ് എന്ന് വിളിക്കുന്നത്. ജൂത കാലഘട്ടത്തിൻ്റെ സംസ്കാരവും ചരിത്രവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹെറിറ്റേജ് ടൂറിസം സ്പോട്ടാണ് ഈ സ്ട്രീറ്റ്. പഴയകാലത്തെ വസ്തുക്കളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് ഇവിടെ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചയാണ് 450 വർഷം പഴക്കമുള്ള പരദേശി സിനഗോഗ്. കൂടാതെ കടവുംഭാഗം, മട്ടാഞ്ചേരി സിനഗോഗ് എന്നീ ജൂത ആരാധനാലയങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. എറണാകുളം ടൗണിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. കൂടാതെ എറണാകുളം ടൗണിൽ ഹൈക്കോടതി കെട്ടിടത്തിന് പുറകിൽ സ്ഥിതി ചെയ്യുന്ന മംഗളവനം പക്ഷി സങ്കേതം, കൊച്ചി വാട്ടർ മെട്രോ, ഇടപ്പള്ളി, സാന്റാക്രൂസ് കത്തീഡ്രൽ ബസലിക്ക, കൊച്ചിൻ എയർപോർട്ട്, എറണാകുളം ടൗണിലെ ഷോപ്പിംഗ് മാർക്കറ്റായ ബ്രോഡ്വേ മാർക്കറ്റ്, വല്ലാർപാടം, കൊച്ചിൻ ഷിപ്പ്യാർഡ്, വണ്ടർല, സുഭാഷ് പാർക്ക്, ബോൾഗാട്ടി പാലസ്, കൊച്ചി മെട്രോ എന്നിവയും കൊച്ചിയിലെ കാഴ്ചകളാണ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.